നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും ദുരൂഹവും തണുത്തുറഞ്ഞതുമായ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് ശാസ്ത്രലോകം. കിഴക്കൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്ക് താഴെയായി അതീവ സങ്കീർണവും ഭീമാകാരവുമായൊരു ഭൂഗർഭ ഘടന ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരു വലിയ വിശറിയുടെ രൂപത്തിലുള്ള ഈ ഘടനയുടെ കണ്ടെത്തൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളികളുടെ ഉത്ഭവത്തെക്കുറിച്ചും പുരാതന കാലത്തെ ഭൂഖണ്ഡങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചും നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം അന്റാർട്ടിക്കയെ എങ്ങനെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും നിർണായകമായ വിവരങ്ങൾ നൽകാൻ ശേഷിയുള്ളതാണ്. ചിലയിടങ്ങളിൽ 300 കിലോമീറ്ററിലധികം കനമുള്ള കട്ടിയേറിയ മഞ്ഞുപാളികൾക്ക് അടിയിലാണ് ഈ ഭീമൻ ഘടന കൃത്യമായി മറഞ്ഞു കിടക്കുന്നത്. ഈ അപൂർവ കണ്ടെത്തലിലേക്ക് നയിച്ച ഗവേഷണങ്ങൾക്ക് ഇറ്റലിയിലെ ജനീവ സർവകലാശാലയിലെ ഡോക്ടർ എജിഡിയോ അർമാനോഡ്യൂസിയാണ് നേതൃത്വം നൽകുന്നത്. ഇറ്റാലിയൻ നാഷണൽ അന്റാർട്ടിക് റിസർച്ച് പ്രോഗ്രാമിൻ്റെ പിന്തുണയോടെ നടന്ന ഈ അന്താരാഷ്ട്ര പഠനത്തിൽ ഡർഹാം സർവകലാശാലയിലെ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഗൈ പക്സ്മാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞർ പങ്കാളികളായി. ശാസ്ത്രലോകം ഈ പുതിയ കണ്ടെത്തലിന് ഈസ്റ്റ് അന്റാർട്ടിക് ഫാൻ ഷേപ്ഡ് ബേസിൻ പ്രൊവിൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡാനന്തര മഞ്ഞുപിണ്ഡമായ കിഴക്കൻ അന്റാർട്ടിക് മഞ്ഞുപാളികൾക്ക് താഴെയുള്ള വിൽക്സ്, അറോറ തുടങ്ങിയ പ്രശസ്തമായ തടങ്ങളും ഭൂമിയിലെ ഏറ്റവും വലിയ ഉപമഞ്ഞുമല തടാകമായ വോസ്റ്റോക്ക് തടാകം സ്ഥിതി ചെയ്യുന്ന ഭാഗവും ഈ പുതിയ വിശറി രൂപത്തിലുള്ള ഘടനയുടെ പരിധിയിൽ വരുന്നതാണ്. ഈ ഭീമാകാരമായ ഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് വളരെ രസകരമായ നിഗമനങ്ങളിലാണ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൂവൽക്കത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് പുറത്തേക്ക് ക്രമാനുഗതമായി മണ്ണ് വികസിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് റൊട്ടേഷൻ എക്സ്റ്റൻഷൻ എന്ന ഭൂഗർഭ പ്രക്രിയയിലൂടെയാണ് ഇത് രൂപപ്പെട്ടത് എന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്. ഒരു ഭൂഖണ്ഡാനന്തര ഭൂവൽക്കത്തിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റൊട്ടേഷണൽ എക്സ്റ്റൻഷൻസുകളിൽ ഒന്നാകാം ഇത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന ഗോണ്ട്വാന എന്ന അതിഭീമൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്ന വിവിധ ടെക്ടോണിക് പാളികളുടെ ചലനങ്ങളാണ് ഇതിന് കാരണമായത്. പിൽക്കാലത്ത് അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി വേർപിരിഞ്ഞ ചരിത്രപരമായ ഭൗമ പ്രതിഭാസവുമായി ഈ ഘടനയ്ക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഗവേഷകർ ഉറച്ചു വിശ്വസിക്കുന്നു. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഈ കണ്ടെത്തലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. മഞ്ഞുപാളികൾക്ക് താഴെയുള്ള പാറക്കെട്ടുകളുടെ ഘടനയും ആകൃതിയുമാണ് അന്റാർട്ടിക്കയിലുടനീളം മഞ്ഞ് എങ്ങനെ നീങ്ങുന്നുവെന്നും ഉരുകുന്നുവെന്നും നിർണ്ണയിക്കുന്നത്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം അന്റാർട്ടിക്കയിലെ പല പ്രദേശങ്ങളും വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുതിയ കണ്ടെത്തൽ മഞ്ഞിനടിയിലെ തടാകങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇരയാകാൻ സാധ്യതയുള്ള മഞ്ഞുപാളികളുടെ സ്ഥിരതയെ ഈ ഭൂഗർഭഘടന എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മുൻകൂട്ടി പ്രവചിക്കാനും ഇതിലൂടെ കഴിയും. അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകൽ വഴി ഉണ്ടാകുന്ന സമുദ്രനിരപ്പിലെ വർധനവ് കൃത്യമായി കണക്കാക്കാൻ ഇത് ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കും. അത്യന്തം സങ്കീർണവും ആധുനികവുമായ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ നിഗൂഢ ഘടനയുടെ മാപ്പ് തയ്യാറാക്കിയത്. മഞ്ഞിനടിയിലെ ഭൂപ്രകൃതി പഠിക്കുന്നതിനുള്ള ടോപ്പോഗ്രഫി, കാന്തിക വിവരങ്ങൾ, ഗുരുത്വ അളവുകൾ, ഭൂഗർഭ മാതൃകകൾ, ഭൂകമ്പ തരംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിനായി സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു. ഈ ഗവേഷണത്തിൽ നിർണായകമായത് ഡോക്ടർ ഗൈ പാക്സ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന കണക്കുകൂട്ടലുകളാണ്. അന്റാർട്ടിക്കയിലെ മുഴുവൻ മഞ്ഞുപാളികളും നീക്കം ചെയ്യപ്പെട്ടാൽ അവിടെ ഭൂപ്രകൃതി എങ്ങനെയായിരിക്കുമെന്ന ഒരു മാതൃക അദ്ദേഹം തയ്യാറാക്കി. മഞ്ഞിൻ്റെ കടുത്ത ഭാരം ഇല്ലാതാക്കുന്നതോടെ അവിടുത്തെ ഭൂമി 1 കിലോമീറ്ററോളം മുകളിലേക്ക് ഉയരുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ ഭീമൻ വിശറി രൂപത്തിൻ്റെ യഥാർത്ഥ ദിശയും ഉയരവും ശാസ്ത്രജ്ഞർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും ഭൂതകാല രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഈ കണ്ടെത്തൽ വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ പഠനങ്ങൾക്ക് വഴി തുറക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്തുമൈ TV.